ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്കും ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നൊരു ഞായറാഴ്ചയാണ്. രാവിലെ മുതലുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. 2-3 ദിവസമായി വരിക്കുട്ടിയുടെ സൈക്കിൾ പഞ്ചറായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഏട്ടന് ഒഴിവില്ലാത്തതുകൊണ്ട് കൊണ്ടുപോകാനൊന്നും പറ്റണില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ സൈക്കിൾ അവിടെ നിൽക്കുകയാണ്. നിന്ന് മഴയൊക്കെ കൊണ്ട് ചളിയൊക്കെ ആയി. അപ്പോൾ ഇന്ന് ഏട്ടൻ ലീവാണ്. ഞായറാഴ്ചയായിട്ട് ഏട്ടൻ ലീവാണേ. അപ്പോൾ ഇന്ന് സൈക്കിളൊക്കെ കൊണ്ടുപോയി നേരെയാക്കാമെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്ന് തരാം. ഇപ്പോൾ കടൽ മീനൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നല്ലോ, മറ്റേ ഓയിലൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ മീൻ വേണ്ട, ചിക്കൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ചിക്കൻ വാങ്ങാൻ പോയിട്ടുണ്ട്. ചിക്കൻ വാങ്ങി വരുമ്പോഴേക്കും അതിനുള്ള പണികളൊക്കെ തീർത്ത് വയ്ക്കാം. സവോള, തക്കാളി എപ്പോഴും പോലെ തന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാനുണ്ട്. പിന്നെ മഴ ഇപ്പോൾ 1-2 ദിവസമായിട്ടേ ഉള്ളൂ പെയ്യാതിരിക്കാൻ തുടങ്ങിയിട്ട്. അതുവരെ ഫുള്ള് മഴയാണല്ലോ. അപ്പോൾ തുണികളൊക്കെ ഇന്നലെ വൈകുന്നേരം കുറച്ച് വെളിച്ചമൊക്കെ കണ്ടപ്പോൾ ഞാൻ തുണികളൊക്കെ കുറച്ചുള്ളതൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ കണ്ടോ, ഉള്ളിൽ നിറച്ചും തുണികളാണ്. ഇന്ന് ഞായറാഴ്ച വെയിലൊക്കെ വന്നിട്ട് വേണം അതൊക്കെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഉണക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നേരെ അടുക്കളയ്ക്ക് വന്ന് ഇന്നലെയും കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തൊക്കെ വെച്ച് ഇന്നലെ വൈകുന്നേരം തുണി കഴുകിയിട്ടതൊക്കെ. മഴയൊക്കെ കൊണ്ടപ്പോൾ ചെടികളൊക്കെ കുറച്ചും കൂടെ ഒന്ന് തളിർത്തിട്ടേ നല്ല ഇലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഇലകൾ തളിർത്തു. മഴ കൊണ്ട് ഇപ്പോൾ കുറച്ച് വെയിൽ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോൾ പിന്നെ വെയിലൊക്കെ നല്ലോണം കുറഞ്ഞു കേട്ടോ. പിന്നെ ചെറിയുള്ളിയും സവോളയൊക്കെ എടുത്തിട്ട് വന്നിട്ട് സീറ്റ് ഔട്ടിലിരുന്നിട്ട് നേരെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഖഭാവം ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇത് എന്തോന്നത് കടന്നൽ കുത്തിയ പോലെ. അപ്പോൾ ഇങ്ങനെ സവോള കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഏട്ടൻ വന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ വണ്ടി എന്താ മുകളിൽ കയറ്റാത്തതെന്ന് ചോദിക്കുമ്പം ഇല്ല, തറവാട്ടിലേക്ക് ഒന്ന് പോകണം, വണ്ടിക്ക് എന്തോ സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയി ആ ചിക്കനൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഏട്ടൻ തന്നെ കഴുകിയൊക്കെ തന്നു. വരും, ഇപ്പം തന്നെ വരുന്നുണ്ട്. അവിടെ പോയി ഒന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്തും കൊണ്ട് വരികയാണ്. ഞാൻ പിന്നെ അത് ചിക്കനൊക്കെ ഉള്ളിൽ കൊണ്ട് വെക്കാനായിട്ട് പോയി. വണ്ടി അങ്ങോട്ട് പോയതും ചോട്ടും അങ്ങോട്ട് ഓടിപ്പോയി. എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആരേലും അങ്ങോട്ട് പോയാൽ അപ്പം ചോട്ട് ഓടി. വരക്കുട്ടി വരക്കുട്ടി എനിക്കിനില്ല. എങ്ങനെ കിടന്നത്? ഉറങ്ങാൻ എങ്ങനെ കിടന്നത്? വണ്ടി നേരെ വെക്കാൻ പോയ ആളിതേ വണ്ടി കൊണ്ടുവരുമ്പോൾ വണ്ടി കണ്ടതും ചെറുത് കൂടെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതിനെയും കൊണ്ടാണ് വരുന്നത്. ആൾക്ക് ബൈക്കിലൊക്കെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ച് ഇരിക്കാൻ തുടങ്ങുന്ന ഒരു ഇതല്ലേ, അപ്പോൾ ആൾക്ക് വണ്ടിയിൽ ഇരിക്കാനൊക്കെ ഇഷ്ടമാണ്. വണ്ടി എടുക്കണ കണ്ടപ്പോൾ ആൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ വലിയച്ഛ അടുത്തൊന്നും വരാത്ത ആളാണ്. ഇപ്പോൾ ബൈക്ക് കണ്ടപ്പോൾ വലിയച്ഛ കൂടെ വന്നു. ഇത് പിന്നെ ഈ വീഡിയോ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. സ്കൂൾ തുറന്നിട്ടില്ല. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ വരിക്കുട്ടീനെയൊക്കെ വിളിച്ചെടുത്തുന്നത് അത് പറയാൻ വരുമ്പോഴേക്കും എന്തേ ചെറുതിനെ കൊണ്ടുവന്നപ്പോൾ ചെറുതിൻ്റെ മൂത്തൊരാളുണ്ട്, അയാൾക്കും കൂടെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ബസ് വർക്കിന് പോകുമ്പോൾ എപ്പോഴും ബൈക്കിലിരുത്തും. ഇയാളും എന്നും ബൈക്കിൻ്റെ ആളാണ്. ഡെയിലി അവൻ ഇരിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ പ്രസാദ് എപ്പോഴും ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ച് വീട്ടിൽ അവനെ കൊണ്ടാക്കിയിട്ട് അവൻ പണിക്ക് പോവുള്ളൂ. ഇപ്പോൾ അവൻ 5 വയസ്സ് കഴിഞ്ഞു. ഇന്നും അതിനൊരു മാറ്റവും ഇല്ല. ഇരിക്കാൻ തുടങ്ങി ഒരു 6 മാസമായ അന്ന് മുതൽ ഇപ്പോൾ ഒരു 5 വയസ്സായിട്ട് ഇപ്പോഴും അത് കണ്ടിന്യൂ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ ഉണ്ട്, പിള്ളേർ കളിച്ചോട്ടെ. ഞങ്ങൾക്ക് രാവിലെ ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. പോണതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആണല്ലോ, അപ്പോൾ കുറച്ച് മുടിയിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ച് ഒരു സ്കിൻ കെയറും ഒരു ഹെയർ കെയറൊക്കെ ചെയ്യണമല്ലോ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഹെയർ കെയറൊക്കെ ചെയ്തില്ലെങ്കിൽ മുടി മൊത്തത്തിൽ പോയി കിട്ടുന്നറിയാലോ. എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം പിന്നെ എല്ലാവരെയും മുടി കൊഴിയുന്ന ആൾക്കാരാണ്. എൻ്റെയും മുടിയൊക്കെ കൊഴിയുന്നുണ്ട് കേട്ടോ. നല്ലോണം ഉണ്ടായിരുന്നാണ്. ഇപ്പം മാക്സിമം കുറഞ്ഞ് ഇത്രയേ ഉള്ളൂ.
അപ്പം ഞാൻ അതിൽ നല്ലോണം എണ്ണയൊക്കെ തേച്ച് ഒന്ന് മസാജൊക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ചെറുതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവനെയും കളിപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ എണ്ണ തേക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ലോണം കൊഴിയുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് ഞാനിത് എണ്ണ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും പിള്ളേർക്കും എണ്ണ തേച്ച് ഷാമ്പൂ ഇട്ട് കഴുകാൻ പറ്റും. ഞാനും എണ്ണയൊക്കെ നല്ലോണം തേച്ച് ഷാമ്പൂ ഇട്ട് കഴുകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും പിള്ളേർ വന്നു. പിള്ളേർക്കും കൂടെ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ സ്കൂള് തുറക്കാനായി. അപ്പോൾ അവരുടെ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നഖം, മുടി അതെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ട് പോകണം. കുഞ്ഞാറ്റയൊക്കെ കളർ ചെയ്തിട്ടുണ്ടായിരുന്ന മുടി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെട്ടിയെടുത്ത് എല്ലാം ചന്തത്തിൽ ആക്കണമല്ലോ. പിന്നെ വരിക്കുട്ടി എൻ്റെ പിന്നാലെ വന്നിരുന്ന് ഈ കോഷ്ടി കാണിക്കുന്നതൊക്കെ ഞാൻ വീഡിയോയിലാണ് കണ്ടത് കേട്ടോ. നേരിട്ട് എനിക്കറിയില്ല ഈ സാധനം പുറകിലുള്ളത്. കണ്ടില്ലേ? പിന്നെ കണ്ടപ്പോൾ കൈയോടെ വരിക്കുട്ടിക്ക് മുടിയിൽ എണ്ണ തേക്കാൻ രണ്ടെണ്ണത്തിനും ഭയങ്കര മടിയാണ്. അപ്പോൾ പിടിച്ച് നിർത്തിയിട്ട് വേണം എണ്ണ തേച്ച് കൊടുക്കുക. വരിക്കുട്ടിക്ക് മുടി താണ്ടോ 2 മാസത്തെ കഷ്ടപ്പാടിൽ വളർത്തിയതാണ് എൻ്റെ കുട്ടി. ഇനി അതിനെയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി വൃത്തിയാക്കണം. നല്ലോണം എണ്ണ തേക്കും. കുഞ്ഞാറ്റയ്ക്ക് പിന്നെ തറവാട്ടിൽ പോയി കഴിഞ്ഞാൽ മഞ്ജുവാണ് എണ്ണ തേച്ച് കൊടുക്കുക. അപ്പോഴേക്കും ചെറുത് ഞാൻ എണ്ണ തേക്കുന്നത് കണ്ടിട്ട് ഡൈനിങ് ടേബിളിൽ ഇവിടെ വന്ന് ഇരിക്കാൻ ആൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഇരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ചോട്ടിൽ വീണാലോ എന്ന് പഠിച്ചിട്ട് നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം. പറഞ്ഞു വന്നത് വരിക്കുട്ടീനെ വിളിച്ചെണുത്തുന്നത് നല്ലൊരു ടാസ്ക്കാണ്. വരിക്കുട്ടിയിലെ രാത്രി ഉറങ്ങാനും വൈകിയേ ഉറങ്ങുള്ളൂ, രാവിലെ വൈകി തന്നെ ഉറങ്ങി എണീക്കുള്ളൂ. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ എന്താ ചെയ്യുക എന്നുള്ള ആകെപ്പാടെ ഒരു ഇതാണ്. പിന്നെ വിളിച്ചെണുത്തുമ്പോഴേക്കും പെട്ടെന്ന് എണീക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇല്ലെങ്കിൽ ഇല്ലേ വരിക്കുട്ടീനെ എങ്ങനെ വിളിച്ചെണുത്തിയാലും വരിക്കുട്ടി എണീക്കുകയില്ല. കുഞ്ഞ് കറക്റ്റ് ടൈമാണ്. രാവിലെ നേരത്തെ ഉറങ്ങി എണീക്കും. അവൻ പറയാതെയൊക്കെ തന്നെ പല്ല് തേച്ച് കുളിക്കുകയൊക്കെ ചെയ്യും. വരിക്കുട്ടി ഇത്തിരി മടിയനാണ്. സ്കൂൾ തുറക്കാനായി അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ബുക്സ്, ചട്ടയിടുന്നത് എല്ലാം വാങ്ങാനുണ്ട്. ബോക്സ് എല്ലാം അതൊക്കെ ഏട്ടൻ തന്നെ പോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൂടെ പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും. ഞാൻ പോയില്ല. ഏട്ടൻ മാത്രം പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്ന് വെച്ചിരിക്കണം. എല്ലാം കൊണ്ടുവന്ന് സെറ്റിയിലങ്ങൾ നിരത്തിയിട്ടിരിക്കണം. ഒന്നും ഒതുക്കി പെറുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. സമാധാനത്തിലൊന്ന് ഒതുക്കി പെറുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും ഇതേ ഏട്ടനെയും കൂടെ കുറച്ച് എണ്ണ തേച്ച്, എന്തായാലും ഹാളിൽ എണ്ണ കിണ്ണി എടുത്തിട്ട് വന്നല്ലോ. അപ്പോൾ പിന്നെ ഏട്ടൻ അവിടെ ഉണ്ടെന്നപ്പോൾ ഏട്ടനെയും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കുളിക്കാൻ പോകണം. ചെറുതിപ്പോൾ നല്ല വിളി കണ്ടേ. ഏട്ടനും അനിയനും കൂടെ ഭയങ്കര സ്നേഹമാണ് രണ്ടാൾക്കും. രണ്ടാളും വേറെ വേറെ ഏട്ടനും അനിയൻ്റെയും മക്കളാണ് കേട്ടോ. ഏട്ടൻ്റെ അനിയൻ്റെ മക്കൾ, 2 അനിയന്മാരുടെ 2 മക്കളാണിത്. അത് കഴിഞ്ഞ് പിള്ളേരവിടെ കളിക്കുന്നുണ്ട്, ഏട്ടൻ നോക്കുന്നുണ്ട്, ഫണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വന്ന് എൻ്റെ സ്കിൻ കെയർ ഒന്ന് ചെയ്യട്ടെ, ഒന്ന് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് ഫേസിൽ സ്ക്രബ്ബർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ കയറുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചെറുത് ഇതിപ്പോൾ ഈ റൂമിലല്ലേ, ഈ റൂമിലാണ് ബാത്റൂമല്ലോ. അപ്പോൾ ചെറുത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കുളിക്കുക. ആളിങ്ങനെ ഒരു തവണ എന്തോ കുളിപ്പിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കുളിക്കുക. അപ്പം ഇങ്ങനെ രാവിലത്തെ കുട്ടി കഴിച്ചിട്ടൊന്നുമില്ല, അതിന് മുന്നേ ഞാൻ ഈ ഭാഗത്ത് വന്നപ്പോൾ പിടിച്ച് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരിക്കുട്ടിയുടെ കുളി കഴിഞ്ഞു, ഞാനും എൻ്റെ കുളി കഴിഞ്ഞു. ഏട്ടനിതാ കുളിക്കാൻ കയറണേ. കാരണം ഞാൻ കുളി കഴിഞ്ഞ് വന്ന് കുട്ടികളെ നോക്കാനിരുന്നാലേ ഏട്ടന് കുളിക്കാൻ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഏട്ടനും പോയിട്ടുണ്ട്. പിന്നെ രാവിലത്തെ ഈ പിള്ളേരുടെ കൂടെ നിന്നാൽ പോരല്ലോ, നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ പെട്ടെന്ന് തന്നെ റവ ഉപ്മാവ്. ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്നും റവ ഉപ്മാവേ പറ്റുള്ളൂ. കാരണം രാവിലെ നല്ല തിരക്കായിരിക്കും, എല്ലാം ഫുൾ ഹറി ബറിയാണ്. അതുകൊണ്ട് ഉപ്പുമാവിൽ ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉപ്പുമാവ് തട്ടിക്കൂട്ടുകയാണ്. അതും സമയമായി, ഞങ്ങൾക്ക് ടൗണിലേക്കും പോകാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം എന്തിനാണ് ടൗണിൽ പോയതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഫ്രണ്ട്സ്. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഉപ്പുമാവൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോട്ടെ.